ത്തിലേക്ക് നമുക്ക് നോക്കാം. അതിനായിട്ട് 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കാം. ഇന്ന് വളരെ ആളുകൾ കുറവാണ്. മലയാളം സർവീസിലെ കാര്യമേ പിള്ളേരുടെ സൺഡേ സ്കൂളിൻ്റെ എക്സാം ഒക്കെ ആയിരുന്നുകൊണ്ട് ഒത്തിരി പേര് മലയാളം സർവീസിൽ കടന്നു വന്നിട്ട് പോയി. അതുകൊണ്ടാണ് അല്പം ആൾ കുറവായിട്ട് നമുക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. 2 സർവീസ് നമുക്കുള്ളത് വളരെ സൗകര്യമാണ്. കാര്യമേ ഒരു സർവീസിന് വരാനൊക്കാത്തവർക്ക് മറ്റൊരു സർവീസിന് വരാം. എത്ര നല്ല കാര്യമാണ്. ഇന്ന് പൽക്കാലത്ത് അല്പം ചിന്തയ്ക്കായിട്ട് ഞാൻ പറഞ്ഞതുപോലെ 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലുള്ളതായ വിശ്വാസികളോട് വളരെ സ്നേഹത്തോടെ താൻ പറയുന്നതായ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നതായ ഒരു പ്രബോധനം അല്ലെങ്കിൽ ഒരു ഉപദേശം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പറയാണ് നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത്. അപ്പോൾ ഒരു കാര്യം അദ്ദേഹം അവിടെ പറയാണ്, നിങ്ങൾക്ക് ഒരു കാര്യം ലഭിച്ചു. അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ലഭ്യമായി, ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ലഭിച്ചു. എന്നാൽ ആ കൃപ വ്യർത്ഥമായി പോകുവാൻ ഇടയാകരുത് എന്ന് അവരോട് ഉപദേശിക്കുന്നതായ പൗലോസിനെ നമുക്കവിടെ കാണുവാൻ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കൃപ വൃഥാവായി പോകുവാനായിട്ട് അല്ലെങ്കിൽ വ്യർത്ഥമായി പോകുവാനായിട്ട് സാധ്യത ഉണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, അത് വൃഥാവായി തീരരുത് എന്ന് അദ്ദേഹം പറയുകയാണ്. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 4-ന്റെ വീണ്ടും 15-ാം വാക്യം വായിക്കാം. അതിന്റെ ഒരു പേജ് നമ്മൾ പുറകിലോട്ട് പോവുകയാണെങ്കിൽ അവിടെയും കൃപയെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. അവിടെ പറയാണ് പൗലോസ് അപ്പോഴെ കൊരിന്ത്യ വിശ്വാസികളെ താൻ കാണുകയും അവിടെ ശുശ്രൂഷിക്കുകയും ചില വർഷങ്ങൾ അദ്ദേഹം കൂടെ ശുശ്രൂഷിച്ച് കൊരിന്ത്യ സഭയുടെ പാസ്റ്ററായിരുന്നു. കൊരിന്ത്യരെ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചതായ ദൈവത്തിന്റെ ദാസനാണ്. എന്നാൽ അവരെ എല്ലാം പൗലോസ് വീക്ഷിക്കുന്നുണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അവരെ എല്ലാം വീക്ഷിച്ചപ്പോൾ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി, ചിലരെ കൃപ കിട്ടിയതായ കൃപ വൃഥാവാക്കി കളയുന്നു. മറ്റൊരു ചിലരെ കുറിച്ച് പൗലോസ് നോക്കിയപ്പോൾ പൗലോസ് പറയാണ് ഹല്ലേലൂയ, കൃപ പലരിലും പെരുകിയെന്ന്. അപ്പോഴ് കൃപ പെരുകുന്നതായ ചിലര് പൗലോസ് കാണുകയാണ് തന്റെ കണ്ണിന്റെ മുമ്പിൽ. അപ്പോൾ തന്നെ കൃപ നഷ്ടമാക്കുന്നവരെ അല്ലെങ്കിൽ കൃപ വൃഥാവാക്കി കളയുന്ന മറ്റൊരു കൂട്ടരെ പൗലോസ് കാണുകയാണ്. എന്നാൽ ഇവിടെ പൗലോസ് പറയാണ് കൃപ പലരിലും പെരുകി. ഇന്ന് പോൽക്കാലം ആ പലരെന്ന് പറയുമ്പോൾ ചിലരെന്ന് നമുക്ക് പറയാം. ചിലരിലല്ലേ കൃപ പെരുകി. എന്നാൽ ആ പലരെന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിലായിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. പലരിലും കൃപ പെരുകി എന്ന് പറയുന്നത് പോലെ ഈ ദിവസം നമുക്ക് ആ കർത്താവേ ആ പലരെന്ന് പറഞ്ഞതായ ആ കൂട്ടത്തിലെ എന്നെയും ആക്കണമേ. നീ എനിക്ക് തന്നായ കൃപ വർദ്ധിക്കുവാനായിട്ട്, നീ എനിക്ക് തന്നായ കൃപ വളരുവാനായിട്ട്, നീ എനിക്ക് തന്നായ കൃപയിലെ ഒരു വർധനവ് ഉണ്ടാകുവാനായിട്ട് ഹല്ലേലൂയ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് പറയാം. അപ്പോൾ പലരിൽ എന്താണ് കൃപ പെരുകി എന്നിട്ട് പറയാണ് ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തം അല്ലോ ആകുന്നു. അപ്പോൾ കൃപ പെരുകിയാൽ ഒരു കാര്യം സംഭവിക്കും. അവിടെ പറയാണ് ഹല്ലേലൂയ സ്തോത്രം വർദ്ധിച്ചു എന്ന്. അപ്പോൾ കൃപ പെരുകിയാൽ സ്തോത്രം വർദ്ധിക്കും. ഹല്ലേലൂയ സഭയ്ക്കകത്ത് സ്തോത്രം വർദ്ധിക്കണം. സ്തോത്രം എന്ന് പറയുമ്പോൾ താങ്ക്സ് ഗിവിങ്, നന്ദിയുള്ളതായ ഒരു ഹൃദയത്തോടെ ദൈവത്തിന്റെ മക്കളെ സഭയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ സഭയ്ക്കുള്ളിലെ സ്തോത്രം വർദ്ധിക്കുവാനായിട്ടായി തീരും. നമ്മുടെ ഭവനങ്ങളിലെ സ്തോത്രം വർദ്ധിക്കണം. ഹല്ലേലൂയ നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ സ്തോത്രം വർദ്ധിക്കണം. ഹല്ലേലൂയ സ്തോത്രത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകണം. അപ്പോൾ കൃപ എവിടെ പെരുകിയിട്ടുണ്ടോ അവിടെ എല്ലാം ഹല്ലേലൂയ സ്തോത്രം പെരുകിയിട്ടുണ്ട് അല്ലെങ്കിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിലെ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്
സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, ജയോത്സവമായി നമ്മളെ നടത്തുന്ന കർത്താവിനെ നമ്മൾ എത്രമാത്രം സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, നമ്മുടെ സാമർഥ്യമോ നമ്മുടെ കഴിവോ ഹല്ലേലൂയ നമുക്കൊന്നും പറയുവാനായിട്ട് ഹല്ലേലൂയ ഇല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ മാത്രമാണ്. അപ്പോൾ നമ്മളെ നിങ്ങളെ ഹല്ലേലൂയ എന്നെ ഓരോരുത്തരെയും എന്തുവാണ് ജയോത്സവമായി നടത്തുന്നതായ നമ്മുടെ കർത്താവിന് നമ്മൾ സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിൽ ജയോത്സവമായി നമ്മളെ കർത്താവ് നടത്തുകയാണ്. ഈ ഒരു വർഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ 2024 തീരാൻ ചില ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്നാൽ എനിക്കും നിങ്ങൾക്കും തിരിഞ്ഞു നോക്കി പറയുവാനുള്ളതായ ഒരേ ഒരു സാക്ഷ്യം കഴിഞ്ഞ 2024 കഴിഞ്ഞ വർഷങ്ങൾ മാത്രമല്ല, ഈ കഴിഞ്ഞ മാസങ്ങളൊക്കെ കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തി. അപ്പോൾ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഒക്കേഷനിലല്ല ജയോത്സവമായി നമ്മൾ നടത്തുന്നത്, വല്ലപ്പോഴും അല്ല നമ്മളെ ജയോത്സവമായി നടത്തുന്നത്. ഇവിടെ പൗലോസ് പറയാണ് എപ്പോഴും ജയോത്സവമായി, കണ്ടിന്യൂസ്ലി, അൺടയറിംഗ്ലി, ഓൾ ദ ടൈം, കോൺസ്റ്റന്റ്ലി, എപ്പോഴും നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. കൊലോസ്യർക്ക് പൗലോസ് എഴുതിയപ്പോൾ പറഞ്ഞു സ്തോത്രത്തില് കവിഞ്ഞ് ഇരിക്കണമെന്ന് പൗലോസ് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ കൊരിന്ത്യയിലുള്ളതായ ഹല്ലേലൂയ പൗലോസിന്റെ ഉപദേശം നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, അത് വൃഥാവായി തീരരുത്. ഹല്ലേലൂയ, പഴയ നിമിത്തം പഠിക്കുമ്പോൾ പലർക്കും കൃപ ലഭിച്ചതായിട്ട് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വ്യക്തിപരമായി കൃപ ലഭിച്ചതായ ഒത്തിരി ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. ഹല്ലേലൂയ. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അവിടെ പറയാണ് എന്നാല് നോഹയ്ക്ക് യഹോവയുടെ ആരുടെ കൃപ ലഭിച്ചു? ഒന്ന് ചേർന്ന് പറഞ്ഞേ. യഹോവയുടെ കൃപ ലഭിച്ചു. നമ്മളെ ഈ കൃപയെക്കുറിച്ച് ആദ്യമായി വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ്. കൃപ എന്ന് പറയുന്ന പഴയ നിയമത്തിലെ ആ വേർഡ് ആദ്യം കാണുന്നത്. അവിടെ പറയാണ് എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഹല്ലേലൂയ, ഒരു വല്ലാത്ത കാലത്താണ് ഹല്ലേലൂയ നോഹ ജീവിച്ചിരുന്നത്. പാപം എന്തുവാണ് ദൈവത്തിന്റെ സന്നിധിയിലെത്തി അവിടെ പാപം പൊറുക്കുവാൻ വയ്യാത്ത രീതിയിൽ എന്തുവാണ് കർത്താവ് ദൈവം വിഷമിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, അവിടെ 6-ന്റെ 5-ഉം 6-ഉം ഒക്കെ വായിക്കുമ്പോൾ ഭൂമിയിലെ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതും അത്ര എന്ന് യഹോവ കണ്ടു. അപ്പോൾ മനുഷ്യന് എങ്ങനെയായിരിക്കും എന്നുള്ളതായ അവസ്ഥ കണ്ട് എന്നിട്ട് പറയാണ് താൻ ഭൂമിയിലെ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് യഹോവ അനുദപിച്ചപ്പോൾ മനുഷ്യനെ ഭൂമിയിലെ ഉണ്ടാക്കിയ ദൈവമാണ്. എന്നാൽ ഈ ഉണ്ടാക്കിയ മനുഷ്യനെ കണ്ടുകൊണ്ട് അനുദപിക്കുന്നതായ ദൈവത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ, അവിടെ ഒരു കാര്യം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായ നോഹ എന്ന് പറയുന്നതായ ആ മനുഷ്യനെ കുറിച്ച് പറയാണ്. ഹല്ലേലൂയ, നോഹയ്ക്ക് ആരുടെ കൃപ ലഭിച്ചു? യഹോവയുടെ കൃപ ലഭിച്ചു. അപ്പോൾ വ്യക്തിപരമായി പലർക്കും കൃപ ലഭിച്ചതായി നമ്മൾ വായിക്കും. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം സ്തെഫാനോസിന്റെ പ്രസംഗമാണ് നമ്മൾ 7-ാം അധ്യായം മൊത്തം നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഹല്ലേലൂയ ആ പ്രസംഗം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 1-2 കോട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ജോസഫിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അതുപോലെ തന്നെ ദാവീദിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് പറയും. നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കാം. അവിടെ ഹല്ലേലൂയ സ്തെഫാനോസ് കോട്ട് ചെയ്യാണ്. ഹല്ലേലൂയ, കൃപ ലഭിച്ചതായ ഒരു മനുഷ്യനെ കുറിച്ച് നോഹയ്ക്ക് കൃപ ലഭിച്ചു നമ്മൾ വായിച്ചു. എന്നാൽ ഇവിടെ ഹല്ലേലൂയ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അത് മറക്കാതെ പരിശുദ്ധാത്മാവ് സ്തെഫാനോസിലൂടെ വിളിച്ചു പറയാണ് ദൈവത്തിന്റെ കൃപ ലഭിച്ച പലരുണ്ട്. അതിലൊരാളാണ് ജോസഫ്. എന്ന് വായിക്കാം. ഗോത്രപിതാക്കന്മാർ യോസെഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രൈം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവൻ അവനെ മിസ്രൈമിനും തന്റെ സർവ്വഗ്രഹത്തിനും അധിപതിയാക്കി വച്ചു. മിസ്രൈം ദേശത്തിലും കനാനിലും എല്ലാം ക്ഷാമവും മഹാകഷ്ടവും വന്നാറേ നമ്മുടെ പിതാക്കന്മാർ. അവിടെ നമ്മൾ വായിച്ചു 10-ാം വാക്യം നമ്മൾ വായിച്ചു ഇങ്ങനെയാണ്. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്നു. ആരോട് കൂടെ ഇരുന്നു? ജോസഫിനോട്
കൂടെ ഇരുന്നു. നമ്മോട് കൂടെ ഇരിക്കുന്ന കർത്താവിന് കരങ്ങളിൽ നിന്ന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അത് മാത്രമല്ല, വീണ്ടും വായിക്കുമ്പോൾ സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. അവന്റെ സഹോദരന്മാരെ അവനെ ചവിട്ടി ഒതുക്കുവാനായിട്ട് നോക്കുന്നത് നമ്മൾ ദൈവത്തിന് വാഴ്ത്തി നമ്മൾ വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. അവനെ ചവിട്ടി ഒതുക്കിയെന്ന് നമുക്ക് പറയാം. ഹല്ലേലൂയ. അവർക്ക് ആഹാരമായി കടന്നു പോയതായ സഹോദരനെ അവര് വസ്ത്രമെല്ലാം പിടിച്ച് കീറി അതിനുശേഷം ഹല്ലേലൂയ പൊട്ടക്കണത്തില് ഇടുന്നതായ ഹല്ലേലൂയ ജോസഫിനെ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ അത്രമാത്രം അവനെ പീഡിപ്പിച്ചു. എന്നാലേ അവനെ പീഡിപ്പിച്ചെങ്കിലും അവര് ചവിട്ടി ഒതുക്കുവാനായിട്ട് അവനെ ഹല്ലേലൂയ അവർ പരിശ്രമിച്ചുവെങ്കിൽ തന്നെ ഇവിടെ പറയാണ് ഹല്ലേലൂയ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അപ്പോൾ ഹല്ലേലൂയ ജോസഫിന് ദൈവം എന്ത് കൊടുത്തു? ആദ്യം പറയുന്നത് കൃപ കൊടുത്തു, പിന്നെ ജ്ഞാനം. ഹല്ലേലൂയ. അപ്പുറം കൃപയും ജ്ഞാനവും കൊടുത്തു. അത് രണ്ടും ജോസഫിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം. അല്ലെങ്കിൽ ജ്ഞാനമില്ല എങ്കിൽ ഹല്ലേലൂയ മിസ്രൈമില് ഒരു പ്രൈം മിനിസ്റ്റർ ആകുവാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ദൈവത്തിനറിയാം എന്ത് ജോസഫിന് കൊടുക്കണമെന്ന്. ജോസഫിന് ദൈവത്തിന്റെ കൃപ കൊടുത്തു. ജോസഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അവന് ജ്ഞാനവും കൊടുത്തു. അതിന്റെ 21 വാക്യം വായിക്കാം. 21 വാക്യം 39ന്റെ 21 വാക്യം വായിക്കാം. ഉൽപ്പത്തി 39ന്റെ 21 വാക്യം. യെസ്, ഉൽപ്പത്തി 39ന്റെ 21. എന്നാൽ യഹോവ യോസെഫിനോട് കൂടെ ഇരുന്ന് കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. അപ്പോൾ അവിടെ നമുക്ക് ഒരു പ്രാവശ്യമല്ല കർത്താവ് കൊടുത്തതായ കൃപ എപ്പോഴും ആരോട് കൂടെ ഉണ്ടായിരുന്നു? ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് തന്നതായ കൃപ എന്തുവാണ്? ജോസഫിനോട് കൂടെ യാത്ര ചെയ്യാണ് എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ കൃപ നമ്മുടെ കമ്പാനിയനായിരിക്കണം. നമ്മോട് ഒന്നിച്ച് യാത്ര ചെയ്യണം. എവിടെയെങ്കിലും വെക്കുവാൻ പറ്റുന്നതല്ല ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കൃപ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ജോസഫ് കടന്നുപോയിടത്തൊക്കെയും ജോസഫിനോട് കൂടെ ദൈവം കർത്താവ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ദൈവത്തിന്റെ കൃപയും അവനെ അനുഭവിച്ച് അറിയുവാനായിട്ട് ഇടയായി തീർന്നു വന്നത് നമുക്ക് കാണും. ദാവീദിനെ സംബന്ധിച്ച് പഠിച്ചു കഴിഞ്ഞാലും നാം വായിക്കുന്നില്ല, സമയക്കുറവുള്ളതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ കൃപ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദാവീദിന്റെ സങ്കീർത്തനങ്ങളെല്ലാം വായിക്കുമ്പോൾ അവിടെയെല്ലാം പല ഭാഗങ്ങളിൽ എന്നോടുള്ള നിന്റെ ദയക്കായി സ്തോത്രം, എന്നോടുള്ളതായ നിന്റെ കൃപയ്ക്കായി മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതായ ഹല്ലേലൂയ ദാവീദ് സങ്കീർത്തനത്തിന്റെ പല പേജുകളില് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ജോസഫ് ദൈവത്തിന്റെ കൃപ അനുഭവിച്ചു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദാവീദ് ദൈവത്തിന്റെ കൃപ അനുഭവിച്ചു. ദാവീദിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ദാവീദിന്റെ ഹല്ലേലൂയ മേലെ അഭിഷേക തൈലം വീണുവെങ്കിൽ തന്നെയും ഏതാണ്ട് 16 വർഷക്കാലം എന്തുമാണ് താന് ഒരു പട്ടി ഓടിക്കുന്ന പോലെ പല ഗുഹകളിലെ ഒളിച്ചിരിക്കേണ്ടതായ അനുഭവം തനിക്കുണ്ടായിരുന്നു. തനിക്ക് രാജസ്ഥാനത്ത് കയറുവാൻ സാധിക്കുമോ എന്ന് പലരും സംശയിച്ചതായ സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ദാവീദിനെ കുറിച്ച് ദൈവത്തിന്റെ ഹല്ലേലൂയ പദ്ധതി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ദൈവത്തിന്റെ കൃപ അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അല്പം മുന്നോട്ട് പോയാലും അവന് രാജസ്ഥാനത്ത് കൊണ്ടുവന്നതായ സർവശക്തനായ ദൈവത്തിന്റെ കരം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ കൃപ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ചില സമയങ്ങളിൽ അല്പം ടഫായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാലും അല്പം മരുഭൂമിയുടെ അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയാലും ഹല്ലേലൂയ ചില പ്രയാസങ്ങളുടെ പ്രതിസന്ധികളിലൂടെ നാം കടന്നുപോയാലും ഹല്ലേലൂയ നിന്നെയും എന്നെയും ആക്കുവാന് കർത്താവ് ആഗ്രഹിക്കുന്നതായ ഒരു സ്ഥാനമുണ്ട്. ഹല്ലേലൂയ. അവിടേക്ക് കർത്താവ് എന്നെ നിന്നെ കൊണ്ടുവരുമെന്ന് ഞാനും നീ വിശ്വസിക്കണം. സങ്കീർത്തനം 18-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം ഹല്ലേലൂയ ദാവീദ് തന്നെ പറയുന്നുണ്ട്. ഹല്ലേലൂയ എന്ന് വായിക്കാം. ഹല്ലേലൂയ ഒന്ന് വായിച്ചാട്ടെ. യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറയാരുള്ളൂ? 18-33 ആണോ? അവൻ എന്റെ കാലുകളെ മാൻപേടക്കാൾക്ക് തുല്യമാക്കി എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. ഇവിടെ ദാവീദ് പറയാണ് അവന് എന്റെ കാലുകളെ എങ്ങനെയാ മാൻപേടയ്ക്ക് തുല്യനാക്കി. എന്നിട്ട് പറയാണ് എന്റെ ഗിരികളിൽ എന്നെ ഗിരി എന്ന് പറയുമ്പോൾ ഒരു ഹൈ പ്ലേസ് എന്നാണ് ഇംഗ്ലീഷിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവ് പറയാണ്, ഇവിടെ ദാവീദ് പറയാണ് എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കിയിരിക്കുന്നതായ ഒരു ഹൈ പ്ലേസ് ഉണ്ട്, ഒരു ഗിരിയുണ്ട്, അവിടെ മറ്റാരെയും നിർത്തുകയില്ല. എൻ്റെ ദൈവം എന്നെ അവിടെ നിർത്തുമെന്ന് ഹല്ലേലൂയ വിശ്വാസത്താൽ വിളിച്ചു പറയുന്നതായ ദാവീദിനെയാണ് നമുക്ക് കാണുവാൻ അപ്പോൾ പ്രിയമുള്ളവര് ഒരു അലങ്കാര ഭാഷയാണ് ഇവിടെ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
വിശ്വസിക്കുന്നത് ഗിരി അല്ലെങ്കിൽ ഹൈ പ്ലേസസ്. അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയൊരു സ്ഥാനം. ദൈവമക്കളായി നമ്മൾ വിശ്വസിക്കണം, എനിക്കും നിനക്കും വേണ്ടി ദൈവം ഒരുക്കിയ ചില സ്ഥാനങ്ങളുണ്ട്. അല്ല, എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവം ഒരുക്കിയ ചില സ്ഥലങ്ങളുണ്ട്, ദൈവം ഒരുക്കിയതായ കുടുംബമുണ്ട്, ദൈവം ഒരുക്കിയതായ ചില ഹല്ലേലൂയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഹല്ലേലൂയ, ആ സ്ഥാനത്ത് ദൈവം എന്റെയും നിന്റെയും നിർത്തുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ, നിന്നെ നിർത്തുവാൻ, മാനിക്കുവാൻ ഹല്ലേലൂയ ആ ഒരു സ്ഥലം ഉണ്ട് എന്ന് ദൈവമക്കളെ വിശ്വസിക്കും. അപ്പോൾ ദാവീദ് പറയാണ്, എന്റെ ഗിരികളിലെ മറ്റൊരാളിന്റെ ഗിരിയിലല്ല, എന്റെ ഗിരികളിൽ എന്നെ നിർത്തുന്നവനാണ്. അപ്പോൾ എനിക്കും നിനക്കും ദൈവം ഒരുക്കിയതായ സ്ഥലമുണ്ട്. ദാവീദോടെ പറയാണ്, ദൈവത്തിന്റെ ഹല്ലേലൂയ ഭക്തൻ വിളിച്ചു പറയാണ്, എന്റെ ഗിരികളിൽ എന്നെ അവൻ നിർത്തും. ഹല്ലേലൂയ, നമുക്ക് വിശ്വസിക്കാം, ഞാൻ എന്നെയും നിന്നെയും കർത്താവ് ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എന്റെ കർത്താവ് എന്നെ നിർത്തും, എന്റെ കുഞ്ഞുങ്ങളെ നിർത്തും, എന്റെ കുടുംബത്തെ നിർത്തുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവര് കരങ്ങളിൽ നമുക്ക് ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ചിലപ്പോൾ അല്പം ഒലച്ചിലൊക്കെ ഉണ്ടാകും. ഹല്ലേലൂയ, നമുക്കറിയാം നോഹയുടെ പെട്ടകം അല്പമൊക്കെ ഒന്ന് ഒലഞ്ഞു. ഹല്ലേലൂയ, ചില ദിവസങ്ങൾ എടുത്തു. ഹല്ലേലൂയ, ചില ആഴ്ചകൾ എടുത്തു. അല്ല, എന്നാൽ ആ പെട്ടകത്തെ കൊണ്ടുവന്ന് ഒരു ആറാറത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചതായ ഒരു ദൈവമുണ്ട്. അപ്പോൾ അല്പമൊക്കെ നമ്മുടെ ഈ ലോക യാത്രയിൽ ഉലയേണ്ടി വന്നു കഴിഞ്ഞാലും കറങ്ങേണ്ടി വന്നാലും ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ എന്നോടും നിന്നോടും കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, എന്നെയും നിന്നെയും തക്ക സമയത്ത് ഉറപ്പിക്കുന്നതായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, വിശ്വസിക്കുന്നവര് അല്പനം കർത്താവിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസിന് ശേഷം 1-ാം അധ്യായം നമ്മൾ അതിന്റെ 28 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ പുതിയ നിയമത്തിലെ കൃപ ലഭിച്ചതായ ഒരു സഹോദരിയെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ യേശുവിന്റെ മാതാവ്. വായിക്കാൻ ലൂക്കോസ് വിശേഷം 1-ാം അധ്യായം അതിന്റെ 28 മുതൽ ഉള്ള വാക്യങ്ങൾ. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലൂയ, മറിയ അടുത്തേക്ക് ആര് ഗബ്രിയേൽ ദൂതന് കടന്ന് ചെല്ലുകയാണ്. നമ്മളെ യഹൂദന്മാരുടെ പാരമ്പര്യം ഒക്കെ അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ, അല്പം ഹിസ്റ്ററി ഒക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അവിടെ ഒരു പെൺകുട്ടി ഹല്ലേലൂയ എൻഗേജ്മെന്റ് കഴിഞ്ഞു, വിവാഹിതയാകുവാനായിട്ട് പോകുന്നു. ആ എൻഗേജ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ അധികം പുറത്തു പോകാറില്ല. യഹൂദന്മാരുടെ ഹല്ലേലൂയ അന്നത്തെ നടപടികളൊക്കെ അനുസരിച്ച് വീട്ടിൽ തന്നെയായിരിക്കും ആ പെൺകുട്ടി അവളുടെ സമയം ചെലവഴിക്കുന്നത്. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ വീട് 1-2 കൊച്ചു റൂമല്ല, മിക്കവാറും യഹൂദന്മാരുടെ വീടുകളെല്ലാം വലിയ വീടുകളാണ്. അപ്പോൾ അകത്ത് റൂമുകളൊക്കെ കാണും. അപ്പോൾ ഹല്ലേലൂയ, ഇവള് ഈ മറിയ അകത്തെ റൂമില് ആയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുന്ന ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ എന്തുവാണ്? ഹല്ലേലൂയ, അവളെ കാണുവാനായിട്ട് ദൂതൻ വന്നിട്ട് അവൾ ഇരിക്കുന്നതായ ആ റൂമിലേക്ക് കടന്നതായ ദൂതനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ദൂതനൊക്കെ കടന്നു വരികയാണെങ്കിൽ നമ്മൾ വല്ല എടുത്ത് വേണമെങ്കിൽ തല്ലി ഓടിക്കും. കാര്യം, എടാ എൻ്റെ മോളോടോ എൻ്റെ പെങ്ങളോടോ ഇപ്പോഴെന്തുവാണ് ഹല്ലേലൂയ യവന് വന്ദനം പറയാനോട് കടന്നു വന്നിരിക്കും നമ്മൾ ചിന്തിക്കും. കാര്യം, ചിലപ്പോൾ ഹല്ലേലൂയ ഇത് കണ്ടപ്പോൾ ചിലപ്പോൾ മറിക്ക് ചിലപ്പോൾ ഒരു ഭ്രമം ഉണ്ടാകാൻ സാധ്യത, ഭയം ഉണ്ടാകാൻ സാധ്യത. ഭയപ്പെടാത്തതായ മറിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവള് ഭയപ്പെട്ടില്ല, ദൂതനെ കണ്ടവള് ഭ്രമിച്ചില്ല. എന്നാൽ അവള് ഭ്രമിച്ചു. ഹല്ലേലൂയ, ദൂതൻ പറഞ്ഞതായ വാക്ക് കേട്ടിട്ട് ഭ്രമിച്ചതായ ഹല്ലേലൂയ മറിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനമെന്ന് പറയണം. അപ്പോൾ കൃപ ലഭിച്ചിട്ട് എന്തുവാണ്, ചിലപ്പോൾ ഈ മറിയ അറിഞ്ഞു കാണുകയില്ല. മറിയ അറിഞ്ഞു കാണാം. അപ്പോൾ അതുകൊണ്ടല്ലേ ദൂതൻ കടന്നു വന്ന് പറഞ്ഞത്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനമെന്ന് ദൂതൻ പറയണമെങ്കിൽ കൃപ ലഭിച്ചിട്ടും ചിലപ്പോൾ ഒരു പരിധിവരെ ചിലപ്പോൾ അവൾക്ക് മനസ്സിലായി കാണുകയില്ല. എന്നാൽ ഒരു കൺഫർമേഷന് വേണ്ടി ഹല്ലേലൂയ ഇപ്പോൾ ദൂതൻ എന്തുവാണ് അവിടെ വീടിനകത്ത് കടന്നു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, നമുക്ക് കൺഫർമേഷൻ തരുന്ന നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യേണ്ട. ഹല്ലേലൂയ, ചിലപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഹല്ലേലൂയ ദൈവമക്കളെ ആഗ്രഹിക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്തുവാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്തുവാണ് കർത്താവ് നമുക്ക് കൺഫർമേഷൻ തരും. അപ്പോൾ ഹല്ലേലൂയ യേശുവിന്റെ മാതാവാകുവാൻ പോകുന്നതായ ഈ സഹോദരിക്ക് ഹല്ലേലൂയ ഒരു കൺഫർമേഷൻ വേണം. ഞാൻ ഈ ചെയ്യുന്നത് റൈറ്റ് ആണോ? ഞാനിങ്ങനെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് അപമാനമാകുമോ? എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ പല ചിന്തകള് അവൾക്കുണ്ട്. കാര്യം, ഹല്ലേലൂയ ഒരു പുരുഷനിൽ നല്ലാതെ ഹല്ലേലൂയ ഒരു മകനോ ഒരു മകളോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്
അത് സംശയത്തിന് വളരെ കാരണമാകും. അപ്പോഴേ ഹല്ലേലൂയ ആ നാട്ടിലൊക്കെ പറച്ചലിന് കാരണമാകും. ഹല്ലേലൂയ ഒരു ഷെയിമായി തീരുമെന്ന് അവക്കൊരു പരിധിവരെ അറിയാം. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയതായ ദൂതൻ ഇപ്പോഴേ അകത്ത് വന്ന് പറയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്നിട്ട് പറയാണ്, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, അവള് ആ വാക്ക് കേട്ടിട്ട് ഭ്രമിച്ചപ്പോഴേ ദൂതനെ കണ്ടിട്ടല്ല വാസ്തവത്തില് ഇവിടെ ഹല്ലേലൂയ മറിയ ഭ്രമിച്ചത്. ആ വാക്ക് കേട്ടിട്ട് ഭ്രമിച്ചു. ആ വാക്ക് കേട്ടപ്പോഴേ അവക്ക് ഹല്ലേലൂയ ഇടിവെട്ടുന്ന പോലായിരിക്കും അവിടെ ഹൃദയത്തില് അത് കൊണ്ടത്, അത് പതിച്ചത്. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഇതെന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു അവൾ. ഹല്ലേലൂയ. ഒരു പരിധിവരെ അവൾ ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വാക്ക് കേട്ടപ്പോഴേ ഹല്ലേലൂയ ഹല്ലേലൂയ അവള് ഭ്രമിക്കുന്നു. അതുപോലെ എന്തൊരു വന്ദനമെന്ന് അവൾ വിചാരിക്കുന്നു. എന്നാൽ വീണ്ടും അവളോട് പറയാണ് ദൂതൻ, ഹല്ലേലൂയ, മറിയേ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ഇന്ന് പോൽക്കാലം കർത്താവിന് എന്നോടും നിന്നോടും പറയുവാനുള്ളതായ ഒരേ ഒരു വാക്ക്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ വചനത്തിൽ ഉടനീളം ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ജോശുവയുടെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 5 പ്രാവശ്യം തുടർമാനമായിട്ട് ജോശുവയോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. മറിയോട് വീടിന് അകത്ത് ചെന്ന് മറിയോട് പറയാണ്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഇന്ന് പോൽക്കാലം ആ കർത്താവ് എന്നോടും നിന്നോടും പറയാണ്, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ചിലപ്പോൾ ഭയപ്പെടുന്നതായ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭയമില്ലാത്തതായ ആരും ഇല്ല എന്ന് നമുക്ക് ആർക്കും പറയുവാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതായ സംഭവങ്ങൾ, ഭയപ്പെടുത്തുന്നതായ വിഷയങ്ങളുടെ ചിലപ്പോൾ ഞാനോ നീയോ ഒക്കെ കടന്നു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. ഒരു രോഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഭയമുണ്ടാകും. ഒരു പ്രശ്നത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഭയമുണ്ടാകും. ഹല്ലേലൂയ. ചില നഷ്ടങ്ങളെ നമ്മൾ അംഗീകരിക്കുമ്പോൾ എങ്ങനെയാകുമെന്ന് ഭയം നമ്മളെ പലപ്പോഴും കടന്ന് പിടിക്കും. അല്ല, ജോലി നഷ്ടപ്പെടുമ്പോൾ ഭയം നമ്മളിലേക്ക് കടന്നു വരും. അപ്പോൾ വിവിധ രീതിയിൽ ഭയം ഹല്ലേലൂയ നമ്മളെ കടന്നു പിടിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ അന്നും ഇന്നും എല്ലാം സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ ദൈവം തന്റെ മക്കളോട് പറയുന്നതായ ഒരേ ഒരു വാചകം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ മറിയോട് പറഞ്ഞതായ അതേ വാക്ക് ഞാനും നീയും സ്വീകരിക്കണം. ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അപ്പോൾ ദൈവത്തിന്റെ കൃപയുള്ളവർക്ക് എന്തുവാണ്? ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ കൃപ നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഭയപ്പെടാതെ ഈ ക്രിസ്തീയ ജീവിതത്തില് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു കാര്യം നമ്മൾ സൂക്ഷിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. കർത്താവ് തന്നതായ കൃപ വൃഥാവായി പോകാതെ, വൃഥാവാക്കി കളയാതെ ആ കൃപയെ ഹല്ലേലൂയ നമ്മൾ സൂക്ഷിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഭയപ്പെടാതെ ഹല്ലേലൂയ എനിക്ക് നിനക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ.